മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 75 വാക്യം. കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. ചില കാര്യങ്ങളിൽ നമ്മൾ നമ്മിൽ തന്നെ അധികമായ ആത്മപ്രശംസ നടത്താറുണ്ട്. ഒരു നല്ല ലീഡറിന് വേണ്ട എല്ലാ ഗുണങ്ങളും പത്രോസിലുണ്ട്. എടുത്തുചാട്ടവും ഉറച്ച തീരുമാനവും. മർക്കോസ് എഴുതിയ സുവിശേഷം 14 അധ്യായം 31 വാക്യം ഇപ്രകാരം പറയുന്നു: അവൻ തറപ്പിച്ചു പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. പത്രോസിൻ്റെ ഈ ദൃഢതയെ പൊളിച്ചെടുക്കാൻ ഒരു കോഴി കൂട്ടിൽ കയറാതെ പത്രോസിൻ്റെ ഓരോ ചലനവും നോക്കി നടക്കുന്നു. തൻ്റെ കൂവലിൽ അല്പം പോലും ശബ്ദത്തിന് പിഴവ് വരാതെ ശ്രദ്ധിക്കുന്ന കോഴി. കർത്താവ് പറഞ്ഞ സമയം വരെ കൊട്ടാരമുറ്റത്ത് ഉറങ്ങാതെ കൃത്യസമയത്ത് ഉച്ചത്തിൽ കൂകി. ഉടനെ പത്രോസിന് മനസ്സിലായി, ഞാൻ എൻ്റെ ഗുരുവിനെ നിഷേധിച്ച കാര്യം. അവൻ ഓർത്തു. അവൻ ഉള്ളുരുകി കരഞ്ഞു. ചില ശബ്ദങ്ങൾ അനേകരെ ക്രിസ്തുവിലേക്ക് നോക്കുവാൻ ഉപകരിക്കട്ടെ. ആമേൻ.